ശമൂവേൽ അധ്യായം 31. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേല്യർ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ ഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു. ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബ്നാദാബ്, മെൽക്കീശുവ എന്നിവരെ കൊന്ന യുദ്ധം ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടിവച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തൻ്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കൊല്ലുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ വാൾ പിടിച്ചു അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവൻ്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തൻ്റെ വാളിന്മേൽ വീണു അവനോടുകൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹകനും അവൻ്റെ ആളുകൾ മുഴുവനും അന്ന് ഒന്നിച്ച് മരിച്ചു. ഇസ്രായേല്യർ ഓടിപ്പോയി ശൗലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാൻ അക്കരെയുമുള്ള ഇസ്രായേല്യർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങൾ വിട്ട് ഓടിപ്പോകുകയും ഫെലിസ്ത്യർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഫെലിസ്ത്യർ ഹതന്മാരുടെ വസ്ത്രം ഉരിപ്പാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ തലവെട്ടി അവൻ്റെ ആയുധവർഗവും അഴിച്ചെടുത്തു. തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനമധ്യേയും വിവരം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലാം ആളയച്ചു. അവൻ്റെ ആയുധവർഗം അവർ അസ്ത്രോരത്തിൻ്റെ ക്ഷേത്രത്തിൽ വച്ചു. അവൻ്റെ ഉടൽ അവർ ബെത്ശാന്റെ ചുവരിന്മേൽ തൂക്കി. എന്നാൽ ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തത് ഗിലെയാദിലെ യാബേശ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ടു. രാത്രി മുഴുവനും നടന്നു ചെന്ന് ബെൽതിശാന്റെ ചുവരിൽ നിന്ന് ശൗലിന്റെ ശവവും അവൻ്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്തു യാബേശിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവർ എടുത്തു യാബേശിലെ പിചൂല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. 7 ദിവസം ഉപവസിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.